ഹായ് ഓൾ. ഉപ്പുമാവ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഉപ്പുമാവ് ഇഷ്ടമുള്ളവരുണ്ടാകും, ഇഷ്ടമല്ലാത്തവരും ഉണ്ടാകും അല്ലേ? ചിലർക്കൊക്കെ കുഴപ്പമില്ല, ഉപ്പുമാവല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നവരും ഉണ്ടാകും അല്ലേ? എന്നാലേ ഞാനീ പറയുന്ന രീതിയിൽ ഉപ്പുമാവൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരൊറ്റ ഐറ്റം മതിട്ടാ ഈ ഉപ്പുമാവ് സൂപ്പർ രുചിയാവാൻ. എന്തെളുപ്പമല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാൻ? പക്ഷേ നമ്മൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിനെ മാറ്റി നിർത്തിയൊക്കെയാണ്. പക്ഷേ ഇനി മാറ്റി നിർത്തണ്ട കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ കേട്ടോ. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലൈസായിട്ട് വേണം നമ്മൾ സബോള കട്ട് ചെയ്യാൻ. കണ്ടം തുണ്ടമായിട്ടൊന്നും സബോള മുറിച്ചിടരുത് കേട്ടോ. അതിന് ശേഷം പച്ചമുളക് ഇതുപോലെ കീറി ഇടുക. എന്നാലാണ് നമ്മൾ പച്ചമുളകും ഈ ഉപ്പുമാവിൻ്റെ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മളെ ഇഞ്ചി ഉണ്ടല്ലോ, അത് ചതച്ചത് ഞാൻ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മതി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയ ഐറ്റം. അതിന് ശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സബോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ മതി കേട്ടോ. ഒരുപാട് മുരിഞ്ഞ് പോകണ്ട. വാട്ടിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് റവ എടുക്കുന്ന അളവ് അതുപോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടി വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി വരില്ലേ, ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ആണ് നമ്മൾ ഐറ്റംസ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന റവയുടെ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ചേർക്കുന്ന ഐറ്റം. കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥമായിട്ട് അറിയാൻ പോകുന്നത്. ഈ ഉപ്പും പഞ്ചസാരയും കൂടി ഈ വെള്ളത്തിൽ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ രുചി ആകെ മറിയും കേട്ടോ. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ റവ ചേർക്കുമ്പോൾ ഒരു കയ്യിൽ റവ ചേർക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മളൊന്ന് ഇളക്കിയും കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ റവ വേവാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. നമ്മുടെ റവ ഈ തിളച്ച വെള്ളത്തിൽ നല്ല പോലെ വേവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇളക്കി കുത്തി നമ്മളിങ്ങനെ നല്ല വിടർത്തി ഇടുക. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിൽ സെർവ് ചെയ്തു. കുറച്ച് വേപ്പില ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്ത് ചൂട്ടോട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ രുചിയും ഇതിൻ്റെ ടേസ്റ്റും എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.